ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 20-21 തിരുവചന ഭാഗമാണ് ഇന്നത്തെ ചിന്താവിഷയം. ദൈവരാജ്യം എപ്പോൾ വരുമെന്ന് പരീശന്മാർ യേശുവിനോട് ചോദിച്ചു. അപ്പോൾ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് യേശു ഉത്തരമായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ വേദഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നത്തെ ചിന്ത പുരോഗമിക്കുന്നത്. അപ്പോൾ ദൈവം സർവവ്യാപിയായതിനാൽ, ദൈവം തൂണിലും തുരുമ്പിലുമുള്ളതിനാൽ സർക്കാർ ഭൂമി കയ്യേറി മതസ്ഥാപനങ്ങൾ നിർമ്മിക്കേണ്ടതില്ലെന്ന് സമീപ കാലയളവിലാണ് കോടതിയിൽ നിന്നും ഒരു പരാമർശം ഉണ്ടായത്. കാരണം ദൈവഭക്തി വർദ്ധിച്ചിട്ട് പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതായ ഭൂമി, അത് സർക്കാരിൻ്റെ വക ഭൂമി കയ്യേറി മതസ്ഥാപനങ്ങൾ സ്ഥാപിച്ച് ദൈവാരാധന നടത്തുന്ന ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ കോടതി അത് കണ്ടെത്തി പറയുകയാണ്, പൊതുസ്ഥലം കയ്യേറി ദൈവത്തെ കുടിയിരുത്തുന്നവർ ദൈവനിന്ദയാണ് കാണിക്കുന്നതെന്ന് കോടതി വ്യക്തമായിട്ട് സൂചിപ്പിച്ചു. അപ്പം ദൈവരാജ്യം അന്വേഷിച്ചുകൊണ്ട് നെട്ടോട്ടമോടുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യരിൽ ഏറിയ പങ്കും ദൈവത്തെ ഓർക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ജീവിതത്തിൽ പലവിധ ക്ലേശങ്ങൾ വന്ന് ഭവിക്കുമ്പോഴാണ്. അപ്പോൾ ദൈവവിശ്വാസികളെ ചിന്തിപ്പിക്കുന്ന ജീവിതാനുഭവം 13-ാം നൂറ്റാണ്ടിൽ തുർക്കിയിൽ ജീവിച്ചിരുന്ന വിഖ്യാത സൂഫി ദാർശനികനായിരുന്ന മുല്ല നസ്രുദ്ദീൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുല്ലയുടെ മകന് മാരകമായ രോഗം ബാധിച്ചു. ആ കാലഘട്ടത്തിലെ വൈദ്യന്മാരെ മാറി മാറി കാണിച്ചു. ചികിത്സ ഫലപ്രദമായില്ല. ഒടുവിൽ പട്ടണത്തിലെ അതിപ്രശസ്തനായ ഒരു വൈദ്യൻ്റെ സമീപത്തെത്തി. വൈദ്യൻ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചു. അതല്ല എങ്കിൽ മുല്ലായുടെ മകൻ്റെ ജീവൻ അപകടത്തിലാകുമെന്ന് പട്ടണത്തിലെ വൈദ്യൻ പറഞ്ഞ് മുല്ലയെ മനസ്സിലാക്കി. അപ്പം ചില്ലി കാശ് പോലും കയ്യിലില്ലാത്ത മുല്ല പണത്തിനായി ആ കാലഘട്ടത്തിൽ പ്രാർത്ഥനാലയങ്ങൾ കയറിയിറങ്ങി. ഇപ്പോൾ ഭക്തന്മാരിൽ നിന്ന് ചെറിയ നാണയ തുട്ടുകളല്ലാതെ കാര്യമായി ഒന്നും തന്നെ മുല്ല നസ്രുദ്ദീന് ലഭിച്ചില്ല. അദ്ദേഹം വളരെ സങ്കടപ്പെട്ട് അലയുമ്പോൾ ഒരു പറ്റം ചെറുപ്പക്കാര് മദ്യശാലയുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പം ആ മദ്യപാനികളുടെ അടുത്തേക്ക് മുല്ല സാവകാശം കടന്നു ചെന്നു. മദ്യപാനികൾ ആദ്യം മുല്ലയെ കണക്കിന് പരിഹസിച്ചു. എങ്കിലും സങ്കടം പറഞ്ഞ് സഹായത്തിനായി കൈനീട്ടി. മദ്യ ലഹരിയിലായിരുന്നിട്ടും മനുഷ്യത്വത്തിൻ്റെ തിളക്കം അവരുടെ കണ്ണുകളെ തുറപ്പിച്ചു. അവർ പിരിവെടുത്ത് ആവശ്യമായ സഹായധനം ശേഖരിച്ച് മുല്ലയ്ക്ക് നൽകി. മുല്ലയുടെ മകൻ്റെ ശസ്ത്രക്രിയ വിജയകരമായി നടത്തുവാൻ സഹായിച്ചു. അപ്പം സഹായം സ്വീകരിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് നോക്കി അന്നത്തെ ദാർശനികനായിരുന്ന, ലോകം മുഴുവൻ അറിയപ്പെടുന്ന തത്വചിന്തകനായിരുന്ന മുല്ല നസ്രുദ്ദീൻ ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചത്: എൻ്റെ ദൈവമേ, എന്തൊരു ആശ്ചര്യമാണിത്! നീ ഉണ്ടെന്ന് വിചാരിക്കുന്നിടത്ത് നിന്നെ കാണാനില്ല, എന്നാൽ നീ ഇല്ല എന്ന് വിചാരിക്കുന്നിടത്ത് ആകട്ടെ നീ വന്ന് നിൽക്കുകയും ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന
എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പുതിയ നിയമ വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിലൂടെ പ്രബോധിപ്പിക്കുകയാണ്. ദൈവരാജ്യമെന്ന് പറയുന്നത് നീതിയാണ്, ദൈവരാജ്യമെന്ന് പറയുന്നത് സമാധാനമാണ്. അപ്പം നീതി എവിടെ നിലനിൽക്കുന്നുവോ, സമാധാനം എവിടെ പുലരുന്നുവോ അവിടമാണ് ദൈവരാജ്യമെന്ന് സത്യവേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ, ദൈവരാജ്യം എപ്പോൾ വരുമെന്ന പരീശന്മാരുടെ ചോദ്യത്തിന് കർത്താവായ യേശു പറഞ്ഞ മറുപടി, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് നീതിയും സമാധാനവും എവിടെ ചുംബിക്കുന്നുവോ അവിടെ ദൈവരാജ്യം ഉണ്ട് എന്ന് ഇന്നത്തെ ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.